ഫെബ്രുവരി 28-നുണ്ടായ ആദ്യ വ്യോമാക്രമണത്തിൽ പരമോന്നത നേതാവ് അലി ഖമേനി കൊല്ലപ്പെട്ടതിനു ശേഷം ഇറാന്റെ യഥാർത്ഥ നിയന്ത്രണം ആരുടെ കയ്യിലാണെന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നു. ഖമേനിയുടെ മകൻ മുജ്തബ ഖമേനിയും ആക്രമണത്തിൽ പരിക്കേറ്റ് ഒളിവിൽ കഴിയുന്നത് കുറെ ദിവസങ്ങളായി തന്നെ പുറത്തുവന്ന കാര്യമാണ്. ഇതിനിടെ ഭരണകൂടത്തിൽ ഭിന്നതയില്ലെന്നും തങ്ങൾ ഒറ്റക്കെട്ടാണെന്നും പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയാൻ പ്രസ്താവിച്ചു. ചർച്ചകൾ ഇങ്ങനെ ഒരു വശത്ത് നടക്കുമ്പോഴും ഇറാന് മേലുള്ള നാവിക ഉപരോധം ട്രംപ് ഭരണകൂടം കർശനമാക്കിയിട്ടുണ്ട്. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ 20% കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കൻ കപ്പലുകൾ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇറാനിലേക്കോ അവിടെ നിന്ന് ഉള്ള ഒരു കപ്പലും കടത്തിവിടില്ലെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ ചെറുകിട ബോട്ടുകളെ കാണുന്ന നിമിഷം വെടിവെച്ച് വീഴ്ത്താൻ ട്രംപ് സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ നടപടി മേഖലയിൽ സംഘർഷം വീണ്ടും വർദ്ധിപ്പിക്കാൻ കാരണമായി. ഇറാൻ കഴിഞ്ഞ ബുധനാഴ്ച 2 ചരക്കു കപ്പലുകൾ പിടിച്ചെടുത്തത് അമേരിക്കയെ കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. വിദേശ ഇടപെടലുകളിൽ പണ്ട് മുതലേ വിമുഖത കാണിച്ചിരുന്ന വാൻസ് ഇറാനെതിരായ ആക്രമണങ്ങളിലും ആദ്യം സന്ദേഹഭരിതനായിരുന്നു. എങ്കിലും സമാധാന ചർച്ചകളിലൂടെ വലിയൊരു നയതന്ത്ര വിജയം നേടാൻ അദ്ദേഹം ആഴ്ചകളോളം പരിശ്രമിച്ചു. എന്നാൽ ട്രംപ് കുഷ്നറെയും വിറ്റ്കോഫിനെയും ദൗത്യമേൽപ്പിച്ചതോടെ വാൻസിന്റെ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് ഇത് മങ്ങലേൽപ്പിച്ചേക്കാം. ട്രംപിന്റെ മരുമകൻ കൂടിയായ ജാറെദ് കുഷ്നർ നയതന്ത്ര രംഗത്തേക്ക് സജീവമായി തിരിച്ചെത്തുന്നത് ഇതിലൂടെ വ്യക്തമാകുന്നുണ്ട്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ കുഷ്നർക്കുള്ള അനുഭവ പരിചയം സമാധാന ചർച്ചകളിൽ ഗുണകരമാകുമെന്നാണ് ട്രംപിന്റെ കണക്കുകൂട്ടൽ. നയതന്ത്ര തലത്തിൽ ട്രംപ് തന്റെ വിശ്വസ്ത വലയത്തിന് നൽകുന്ന പ്രാധാന്യമാണ് വാൻസിന്റെ പിന്മാറ്റത്തിലൂടെ വ്യക്തമാകുന്നത്. എന്തായാലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാൻ പാകിസ്ഥാൻ ശക്തമായ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. സങ്കീർണമായ പ്രാദേശിക സാഹചര്യം കണക്കിലെടുത്ത് മേഖലയിലെ സമാധാനത്തിന് പാകിസ്ഥാൻ നൽകുന്ന മധ്യസ്ഥ ശ്രമങ്ങൾ നിർണായകമാണ്. 2 തവണ വാൻസ് പരാജയപ്പെട്ട ഇടത്ത് കുഷ്നർക്ക് എന്തു ചെയ്യാൻ സാധിക്കുമെന്നാണ് നയതന്ത്ര ലോകം ഉറ്റുനോക്കുന്നത്. ഇറാനുമായി ചർച്ചകൾ പരാജയപ്പെട്ടെങ്കിലും ഇസ്രായേലും ലബനനും തമ്മിലുള്ള വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് കൂടി നീട്ടാൻ ധാരണയായതായി ട്രംപ് അറിയിച്ചു. ഇത് സമാധാന പ്രതീക്ഷകൾക്ക് അല്പം ആശ്വാസം നൽകുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ ഒന്നിലധികം മുന്നണികളിൽ ഒരേ സമയം നയതന്ത്ര നീക്കങ്ങൾ നടത്താനാണ് വാഷിംഗ്ടണിന്റെ ശ്രമം. എന്തായാലും അമേരിക്കയുടെ ഉപരോധം ഇറാനിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്നും അത് ആഗോളതലത്തിലേക്ക് വ്യാപിപ്പിക്കുമെന്നും പീറ്റ് ഹെഗ്സെറ്റ് വ്യക്തമാക്കി. ഇറാൻ തീവ്രവാദികളെ പോലെയാണ് പെരുമാറുന്നത്, അവർക്ക് ഒന്നിന്മേലും നിയന്ത്രണമില്ല എന്ന് അദ്ദേഹം വിമർശിച്ചു. ചർച്ചകൾക്ക് സമാന്തരമായി സൈനികവും സാമ്പത്തികവുമായ സമ്മർദ്ദം തുടരാനാണ് അമേരിക്കൻ തീരുമാനം.